Hello everyone, welcome back to the class. Second year ബിൽഡിംഗ് ഡ്രോയിങ് എന്ന മൊഡ്യൂളിലെ പ്ലാനിംഗ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ഓറിയന്റേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിംഗ് ആയിരുന്നു. അതിൽ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് സാനിറ്റേഷൻ. സോ നമുക്ക് എന്താണ് സാനിറ്റേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി പ്രൊവിഷൻ ആൻഡ് അപ്കീപ്പ് ഓഫ് ദി വേരിയസ് കമ്പോണൻസ് ഓഫ് എ ഹൗസ് ടു കീപ് ദ ഇൻമേറ്റ്സ് ചിയർഫുൾ ആൻഡ് ഫ്രീ ഫ്രം ഡിസീസ്. ഒരു വീട്ടിലെ ആൾക്കാർക്ക് ഡിസീസ് വരാതെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വേരിയസ് കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സാനിറ്റേഷൻ. ഈ സാനിറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മൂന്നെണ്ണമാണ് വരുന്നത്: ലൈറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് ക്ലീൻലിനെസ്. അതിൽ ഫസ്റ്റ് വരുന്നത് ലൈറ്റിംഗ്. ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ ലൈറ്റ് ഹാസ് ദാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ദി സൺ ഡ്യൂറിംഗ് ദി ഡേ ഓർ ആർട്ടിഫിഷ്യൽ വൺ ഹാസ് ദാറ്റ് ഫ്രം എ ഫിലമെന്റസ് ബൾബ് ഓർ ഫ്ലൂറസൻ ലൈറ്റ്. ലൈറ്റിംഗ് നമുക്ക് രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഒന്നുകിൽ നാച്ചുറൽ ലൈറ്റ് സണ്ണിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫിലമെന്റസ് ബൾബോ ഫ്ലൂറസൻ ലൈറ്റോ പ്രൊവൈഡ് ചെയ്യാം. അഡിക്വേറ്റ് ഇലുമിനേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ടു എക്സിക്യൂട്ട് ദി ടാസ്ക് സേഫ്ലി, കംഫർട്ടബിളി ആൻഡ് എഫിഷ്യൻലി. ആ വീട്ടിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം. Then second factor ആണ് ventilation. Ventilation is replacement of warm and odorous air within the room with fresh, cool and odor-free air. ഒരു റൂമിനുള്ളിലെ വാം ആയിട്ടുള്ള സ്മെല്ലുള്ള എയറിനെ ഫ്രഷ് കൂൾ ആയിട്ടുള്ള അതുപോലെ ഓർഡർ ഫ്രീ ആയിട്ടുള്ള എയറുമായിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിനെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഈ വെന്റിലേഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. സപ്ലൈസ് ഫ്രഷ് കൂൾ എയർ റിച്ച് ഇൻ ഓക്സിജൻ. ഓക്സിജൻ കൂടുതലുള്ള ഫ്രഷ് എയർ സപ്ലൈ ചെയ്യുന്നു. ഡ്രൈസ് ഔട്ട് CO2 ആൻഡ് ഓഡറസ് ഗ്യാസസ്. കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ സ്മെല്ല് അടങ്ങിയിട്ടുള്ള ഗ്യാസുകളെ പുറന്തള്ളപ്പെടുന്നു. റെഡ്യൂസസ് ഹ്യൂമിഡിറ്റി കുറക്കുന്നു. എക്സ്പെൽസ് സ്മോക്ക് ആൻഡ് അതർ ഗ്യാസസ് ഓഫ് കമ്പഷൻ. അതുപോലെ സ്മോക്ക്, കമ്പഷൻ ഗ്യാസ് എല്ലാം പുറന്തള്ളപ്പെടുന്നു. ആൻഡ് പ്രിസർവ്സ് ഹീറ്റ് ബാലൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഹീറ്റ് ബാലൻസ് പ്രിസർവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് വെന്റിലേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് വെന്റിലേഷൻ നോക്കാം. രണ്ട് ടൈപ്പാണ് വരുന്നത്: നാച്ചുറൽ വെന്റിലേഷൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. അതിൽ ഫസ്റ്റ് വരുന്നത് നാച്ചുറൽ വെന്റിലേഷൻ. ഇറ്റ് ഈസ് ദി കൺട്രോളിംഗ് ഓഫ് ദി മൂവ്മെന്റ് ഓഫ് എയർ വിത്തിൻ എ റൂം ബൈ പ്രൊവൈഡിംഗ് ഓപ്പണിംഗ്സ് ആസ് വിൻഡോസ്, വെന്റിലേറ്റേഴ്സ് ആൻഡ് ലൂവേഴ്സ് ഇൻ ദി വാൾസ്. വാളിൽ വിൻഡോസ്, വെന്റിലേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ആ റൂമിനുള്ളിലെ എയർ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ വെന്റിലേഷൻ എന്ന് പറയുന്നത്. വിൻഡോ ഏരിയ ഷുഡ് ബി എ മിനിമം ഓഫ് 10% ഓഫ് ഫ്ലോർ ഏരിയ ഫോർ എനി ഹാബിറ്റബിൾ റൂം, വൈൽ 15 to 20% is preferred for bed and drawing rooms. A value greater than 25% does not increase ventilation much. ഒരു റൂമിന്റെ ഫ്ലോർ ഏരിയയുടെ 10% ആയിരിക്കണം വിൻഡോ ഏരിയ വരുന്നത്. ബെഡ്റൂംസ് അതുപോലെ ഡ്രോയിങ് റൂംസിന്റെ കേസിൽ ഇത് 15 to 20% ആണ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ 25%നേക്കാളും കൂടുതൽ ഏരിയ വിൻഡോസിന് കൊടുത്തു കഴിഞ്ഞാലും ആ വെന്റിലേഷനിൽ കൂടുതൽ ഇൻക്രീസ് ഒന്നും കാണപ്പെടുന്നില്ല. എ മിനിമം സ്റ്റിൽ ലെവൽ ഓഫ് 0.9 മീറ്റർ ഇസ് പ്രിഫേർഡ് ഫോർ പ്രൈവസി ആസ് വെൽ ആസ് ഇഫക്റ്റീവ് വെന്റിലേഷൻ. വിൻഡോയുടെ സ്റ്റിൽ ലെവൽ 0.9 മീറ്റർ മിനിമം കൊടുക്കുന്നതാണ് എഫക്റ്റീവായ വെന്റിലേഷന് സഹായിക്കുന്നത്. അതുപോലെ പ്രൈവസിയും കൂടുതലായിരിക്കും. ദെൻ ഓപ്പറേറ്റിംഗ് ഫോഴ്സസ് ഇൻ നാച്ചുറൽ വെന്റിലേഷൻ. നാച്ചുറൽ വെന്റിലേഷനിൽ നടക്കുന്ന ഓപ്പറേറ്റിംഗ് ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വിൻഡ് എഫക്റ്റ്. വിൻഡ് ഫ്ലോസ് ഫ്രം എ ഹയർ പ്രഷർ ടു എ ലോവർ പ്രഷർ. നമുക്കറിയാം വിൻഡ് ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഇറ്റ് എക്സേർട്സ് പോസിറ്റീവ് പ്രഷർ ഓൺ ദി വിൻഡ്വേർഡ് ഫേസ് ആൻഡ് സക്ഷൻ ഓൺ ദി ലീവേർഡ് ഫേസ്. അപ്പോൾ ഇവിടെ ഒരു വിൻഡ് എഫക്റ്റിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വിൻഡ്വേർഡ് ഫേസ് വരുന്നത്, അത് വിൻഡ് വരുന്ന ഭാഗം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പ്രഷർ ആയിരിക്കും. then ഈ ഉൾഭാഗത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഈ ഹയർ പ്രഷറിൽ നിന്നും എയർ ലോവർ പ്രഷറിലേക്ക് എൻ്റർ ചെയ്യും. then ഈ ഒരു ഭാഗത്തിനെയാണ് ലീവേർഡ് ഫേസ് എന്ന് പറയുന്നത്. then ഇതിലൂടെയാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. നാരോ വിൻഡോ ഓപ്പണിംഗ്സ് ഓൺ ദി വിൻഡ്വേർഡ് സൈഡ് ആൻഡ് ബ്രോഡർ വൺസ് ഓൺ ദി ലീവേർഡ് സൈഡ് കോസ് ഗുഡ് എയർ ഫ്ലോസ് ഇൻ ടു ദി റൂം ആൻഡ് കീപ്സ് ഇറ്റ് കൂൾ. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും, ഈ ഒരു വിൻഡ്വേർഡ് ഫേസിൽ നാരോ ആയിട്ടുള്ള വിൻഡോയും അതുപോലെ ലീവേർഡ് ഫേസിൽ ബ്രോഡർ ആയിട്ടുള്ള വിൻഡോയുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എയർ ഫ്ലോസ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ റൂം കൂളായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. then രണ്ടാമത്തെ എഫക്റ്റ് ആണ് സ്റ്റാക്ക് ഇഫക്റ്റ്. ഇഫ് വി പ്രൊവൈഡ് an outlet at a higher level that is just below the roof level, the warm air flows out, sucking in cool free air at the floor level. This is known as stack effect, which works because difference in temperature between inside and outside the room. സ്റ്റാക്ക് എഫക്റ്റ് നടക്കുന്നത് റൂമിന്റെ പുറത്തെയും ഉള്ളിലെയും ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമാണ്. ഇവിടെ ചെയ്യുന്നത് റൂഫ് ലെവലിന്റെ താഴെയായിട്ടൊരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. then ഇവിടെ ഈ റൂമിൽ ഈ ഒരു ഭാഗത്തൂടെ പ്രവേശിക്കുന്ന എയർ ഈ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിലെ വാമായിട്ടുള്ള എയർ ഈ റൂഫ് ലെവലിലേക്ക് പോയി ആ ഒരു ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് വെന്റിലേഷൻ ആണ് മെക്കാനിക്കൽ വെന്റിലേഷൻ. മെക്കാനിക്കൽ വെന്റിലേഷനിൽ വരുന്ന രണ്ട് സിസ്റ്റമാണ് എക്സോസ്റ്റ് സിസ്റ്റം അതുപോലെ പ്ലെനം സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ എക്സോസ്റ്റ് സിസ്റ്റം എന്താ നോക്കാം. ഇറ്റ് ഈസ് സക്കിംഗ് ഔട്ട് ഓഫ് ദി വാം വീഷിയേറ്റഡ് എയർ കളക്റ്റഡ് നിയറസ്റ്റ് ടു ദി റൂഫ് ബൈ മീൻസ് ഓഫ് പ്രൊപ്പലർ ടൈപ്പ് ഓഫ് ഫാൻസ് പ്രൊവൈഡഡ് ടു ദി ഔട്ടർ വാൾ വിച്ച് ഇൻ ടേൺ suck fresh air into the room. It is better suited in kitchen, toilets and laboratories, giving out odor and smoke. ഈ എക്സോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് കിച്ചൺ, ടോയ്ലറ്റ്, ലബോറട്ടറീസ് പോലെയുള്ള ഭാഗങ്ങളിലാണ്. ഹീറ്റ് അതുപോലെ ഓഡർ, സ്മോക്ക് എല്ലാം പുറന്തള്ളപ്പെടാനാണ് എക്സോസ്റ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു റൂമിലെ വാമായിട്ടുള്ള അതുപോലെ വിഷിയേറ്റഡ് എയർ, അതായത് ശുദ്ധമല്ലാത്ത എയർ റൂഫിന്റെ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു പ്രൊപ്പലർ ടൈപ്പ് ഫാൻസ് യൂസ് ചെയ്തിട്ട് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സിസ്റ്റം പ്ലിനം സിസ്റ്റം, അതിനെ സപ്ലൈ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ദി ഇഞ്ചക്ഷൻ ഓഫ് പ്യുവർ എയർ ഇൻ ടു ദി റൂം ത്രൂ ഡക്ട്സ് ഫോഴ്സിംഗ് ദി വിഷിയേറ്റഡ് എയർ to leave through ventilators or other openings. It is adopted in crowded gatherings as assembly halls, factories and templates of heavy rush. ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ക്രൗഡ് ആയിട്ടുള്ള ഗ്യാതറിങ്സ് വരുന്ന അസംബ്ലി ഹാൾസ് അതുപോലെ ഫാക്ടറീസിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റം കൊടുക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് ഒരു ഡക്റ്റ് വഴി റൂമിലേക്ക് പ്യുവർ എയറിനെ ഇഞ്ചെക്ട് ചെയ്യും. ദെൻ അവിടെ ഉണ്ടാവുന്ന വിഷിയേറ്റഡ് എയർ വെന്റിലേറ്റേഴ്സോ അല്ലെങ്കിൽ ഓപ്പണിങ്സ് വഴി പുറത്തേക്ക് വിടുന്നു. നെക്സ്റ്റ് സാനിറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തേർഡ് ഫാക്ടറാണ് ക്ലീൻലിനെസ്. ഡാംപ്നെസ് ഈസ് റൂട്ട് കോസ് ഓഫ് ഇൻഫെക്ഷൻ, ഹെൻസ് വാൾസ് ആൻഡ് ഫ്ലോർസ് ഷുഡ് ബി ഡാംപ് പ്രൂഫ്. ഇവിടെ ആ ഒരു റൂമിനെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിനെ ക്ലീൻ ആയിട്ട് ഡിസീസ് ഇൻഫെക്ഷൻസിൽ നിന്നെല്ലാം പ്രിവെന്റ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ ഡാംപ്നെസ് ആണ്. സോ നമ്മൾ ആ വാൾസും ഫ്ലോർസും എല്ലാം ഡാംപ് പ്രൂഫ് ആക്കി മാറ്റണം. സാനിറ്ററി കൺവീനിയൻസ് സച്ച് ആസ് ബാത്ത് ആൻഡ് വാട്ടർ ക്ലോസറ്റ് ഷുഡ് ബി സോ ഡിസൈൻഡ് ദാറ്റ് ദി വേസ്റ്റ് വാട്ടർ ഡ്രെയിൻസ് ഓഫ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. അതുപോലെ ബാത്ത്, വാട്ടർ ക്ലോസറ്റിലെല്ലാം വേസ്റ്റ് വാട്ടറിനെ കറക്റ്റായി ഡ്രെയിൻ ഓഫ് ചെയ്യണം. ഈ വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ഇൻ ദി കിച്ചൺ മസ്റ്റ് ഫൈൻഡ് എ വേ ഔട്ട് ഇൻ ഹൈജീനിക് മാനർ. അതുപോലെ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിനെ വളരെ ഹൈജീനിക് ആയ രീതിയിൽ പുറന്തള്ളപ്പെടണം. ഇത്രയുമാണ് ക്ലീൻനെസ്സിൽ വരുന്നത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്ങിലെ 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി മീൻസ് ദാറ്റ് എ റൂം വിച്ച് ഈസ് പ്ലാൻഡ് ഫോർ വൺ ഫംഗ്ഷൻ ടു ബി യൂസ്ഡ് ഫോർ അതേഴ്സ് ഓർ റിക്വയർഡ്. ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള റൂമിനെ വേറൊരു ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രോയിങ് റൂം ബീങ് യൂസ്ഡ് ആസ് എ ബെഡ്റൂം ഫോർ ഗസ്റ്റ്, കിച്ചൺ ആസ് എൻ അഡീഷണൽ ഡൈനിങ് റൂം എക്സെട്ര. വേണമെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് സ്പേസ് കുറവാൻ നമുക്ക് ഡ്രോയിങ് റൂമിനെ ഒരു ബെഡ്റൂം ആക്കി മാറ്റാം. അതുപോലെ കിച്ചൺ ഏരിയനെ നമുക്കൊരു ടേബിൾ ഇട്ടിട്ട് അഡീഷണൽ ഡൈനിങ് ഏരിയ ആക്കി മാറ്റാൻ പറ്റും. എ ബിഗർ ഡ്രോയിങ് റൂം, a number of rooms and verandas offer better flexibility. Independent access to bath and toilet offer maximum flexibility. The next വരുന്ന 10ാമത്തെ പ്രിൻസിപ്പിൾ ആണ് എലഗൻസ്. എലഗൻസ് ഈസ് ദി ഗ്രാൻഡ് ആർക്കിടെക്ചറൽ അപ്പിയറൻസ് ഓഫ് എ ബിൽഡിംഗ് അറ്റൈൻഡ് മെയിൻലി ഓവിംഗ് ടു ദി എലവേഷൻ വിച്ച് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് ഓൺ ദി പ്ലാൻ. എലഗൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിനെ ആർക്കിടെക്ചറൽ അപ്പിയറൻസ് എലവേഷനിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ദി ബിൽഡിംഗ് ഗ്രെയിറ്റ്ലി എഫക്ട്സ് ദി എലഗൻസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ് ഈ എലഗൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. ഡിപ്രഷനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ഡിപ്രസ്ഡ് എലഗൻസ് ആണ് നൽകുന്നത്. ദെൻ എലിവേറ്റഡ് സ്പോട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ഇംപ്രസീവ് അപ്പിയറൻസ് ആണ് നൽകുന്നത്. എല്ലാവരുടെയും അറ്റൻഷന് ക്യാച്ച് ചെയ്യാൻ സഹായിക്കുന്നു. എ ബെറ്റർ എലഗൻസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ. ഇനി നമുക്ക് എങ്ങനെയൊക്കെ എലഗൻസിനെ ബെറ്റർ ആക്കാം നോക്കാം. സെലക്ടിംഗ് സുപ്പീരിയർ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഫോർ ഫേസിംഗ് സച്ച് ആസ് പോളിഷ്ഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ്, മാർബിൾ ഓർ മൊസൈക്ക്. ദെൻ ഫേസിംഗിന് വേണ്ടി സുപ്പീരിയർ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പോളിഷ്ഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ്, മാർബിൾ, മൊസൈക്ക്. അതുപോലെ ഗ്ലാസ്സിൽ ഏത് ട്രാൻസ്പാരന്റ് ഒരു ഒപ്പാക്, കളേർഡ് ഓർ പ്ലെയിൻ. ട്രാൻസ്പാരന്റ് ആയിട്ടോ ഒപ്പേക്ക് ആയിട്ടോ കളർ ആയിട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് സെലക്ട് ചെയ്യാം. ടിമ്പർ, പോളിഷ്ഡ് ടേക്ക്, പെയിന്റ്സ് ആൻഡ് വാർണിഷസ് വിത്ത് പ്രോപ്പർ കോൺട്രാസ്റ്റ്. The next, providing projections like sunshades, balconies, canopies, porch with or without openings. അതുപോലെ സൺഷെയ്ഡ്, ബാൽക്കണീസ് പോലെയുള്ള പ്രൊജക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, പ്രൊവൈഡിംഗ് ബേ വിൻഡോസ്, കോർണർ വിൻഡോസ് എക്സെട്ര. അതുപോലെ ബേ വിൻഡോസും കോർണർ വിൻഡോസും കൊടുത്ത് എലഗൻസ് ഒന്നുകൂടി മെച്ചപ്പെടുത്താം. നെക്സ്റ്റ് 11ാമത്തെ പ്രിൻസിപ്പിൾ വരുന്നതാണ് എക്കണോമി. ദ ബിൽഡിംഗ് ഷുഡ് ഹാവ് മിനിമം ഫ്ലോർ ഏരിയ വിത്ത് മാക്സിമം യൂട്ടിലിറ്റി. മിനിമം ഫ്ലോർ ഏരിയ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആ ബിൽഡിംഗ് നിർമ്മിക്കുന്നതെങ്കിൽ ആ ഒരു ബിൽഡിംഗ് എക്കണോമിക്കൽ ആണെന്ന് പറയാം. വിൽ റെഡ്യൂസ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഹെൻസ് വിൽ ബി എക്കണോമിക്കൽ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അതുപോലെ എക്കണോമിക്കലായി മാറും ചെയ്യും. എക്കണോമി ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഇംപ്ലിമെന്റിംഗ് ദ ഫോളോവിംഗ് മെഷേഴ്സ് വിത്തൗട്ട് എഫക്ട് ദി യൂട്ടിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി സ്ട്രക്ചർ.
ഫാക്ടേഴ്സ്. എക്കണോമി താഴെ പറയുന്ന രീതിയിൽ ഇംപ്രൂവ് ചെയ്തെടുക്കാം, അതിന്റെ യൂട്ടിലിറ്റിയെയോ അതുപോലെ അതിന്റെ സ്ട്രെങ്തിനെയോ ബാധിക്കാതെ. അപ്പൊ അതെന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് സിമ്പിൾ എലിവേഷൻ. നമുക്ക് എലിവേഷൻ സിമ്പിൾ ആക്കി കൊടുക്കാം. ഡിസ്പെൻസിങ് ഓഫ് പോർച്ചസ്, ലോബീസ് ആൻഡ് ബാൽക്കണീസ്. റെഡ്യൂസിങ് ദി സ്റ്റോറി ഹൈറ്റ്. നമുക്ക് ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ റെഡ്യൂസിങ് ദി നമ്പർ ഓഫ് സ്റ്റെപ്സ് ഓഫ് സ്റ്റെയേഴ്സ് ബൈ ഗിവിംഗ് മോർ റൈസ് ടു ദി സ്റ്റെപ്സ്. അതുപോലെ സ്റ്റെപ്സിന്റെ എണ്ണം കുറക്കാൻ പറ്റും റൈസ് കൂട്ടിക്കൊടുത്തിട്ട്. നെക്സ്റ്റ്, ബൈ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് സൈസസ് ഓഫ് വേരിയസ് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്. അതുപോലെ കമ്പോണൻസിന്റെ മെറ്റീരിയൽസിന്റെ എല്ലാം സൈസ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടും എക്കണോമി നേടിയെടുക്കാം. ഇത് നെക്സ്റ്റ് 12ാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് വരുന്നതാണ്, പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ്. ബിസൈഡ്സ് ഓൾ ദി പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് ഡിസ്കസ്ഡ്, the following practical considerations should be kept in mind in the planning of a residential building. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ 11 പ്രിൻസിപ്പിൾസ് ചെയ്യുന്നതോടുകൂടി ഈ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസും കൂടി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ആ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി കപ്പിൾഡ് വിത്ത് കൺവീനിയൻസ് ആൻഡ് കംഫർട്ട് ഓഫ് ദി ഒക്യുപ്പേഷൻ ഷുഡ് ബി ദ ഫസ്റ്റ് കൺസിഡറേഷൻ ഇൻ പ്ലാനിങ്. പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങളാണ് സ്ട്രെങ്ത്, അതുപോലെ സ്റ്റെബിലിറ്റി, ദെൻ കൺവീനിയൻസ് ആൻഡ് കംഫർട്ട്. ദ നെക്സ്റ്റ്, ഇൻ ദ ഇയേഴ്സ് to come, a man perhaps to add a wing or extend some part of the house. Provision for this should be made in the planning in the first instance so that some part already built may not be required to dismantle in future. അതുപോലെ ഭാവിയിൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആയിരിക്കണം ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, the elements of the building should be strong and capable of withstand the adverse effects of environmental factors that are likely to arise. അതുപോലെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിനെ എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ബിൽഡിംഗ് കമ്പോണൻസും എലമെന്റ്സ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആസ് ഫാർ ആസ് പോസിബിൾ സൈസ് ഓഫ് റൂംസ് ഷുഡ് ബി കെപ്റ്റ് ലാർജ്. ലാർജർ റൂംസ് ക്യാൻ ബി ഷോർട്ടഡ് ബൈ പ്രൊവൈഡിംഗ് മൂവബിൾ പാർട്ടീഷൻസ് ബട്ട് സ്മോളർ റൂംസ് കനോട്ട് ബി എൻലാർജ്. അതുപോലെ റൂംസ് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ലാർജ് സൈസ് റൂംസ് ആയിരിക്കണം. കാരണം ലാർജ് സൈസ് റൂമിന് നമുക്ക് പാർട്ടീഷൻസ് യൂസ് ചെയ്ത് ഷോർട്ട് ആക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഷോർട്ട് റൂംസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ എൻലാർജ് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. ലൈഫ് പീരീഡ് ഓഫ് എ ബിൽഡിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 50 years. മണി ഷുഡ് നോട്ട് ബി സ്പെൻഡ് unnecessarily ഫോർ എലാബറേറ്റ് ആർക്കിടെക്ചറൽ പാർട്സ് ലൈക്ക് ബാൽക്കണീസ്, ആർച്ചസ് എക്സെട്ര. അതുപോലെ ആർക്കിടെക്ചറൽ ബാൽക്കണീസ്, ആർച്ചസ് ഒക്കെ കൊടുത്തിട്ട് വെറുതെ ഒരുപാട് ചെലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് പ്രീഫാബ്രിക്കേറ്റഡ് എലിമെന്റ്സ് ഫോർ ലിൻഡൽസ്, ചെഡ്ജാസ്, സ്റ്റെപ്സ് എക്സെട്ര. അതുപോലെ ലിൻഡൽസ്, സ്റ്റെപ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രീ ഫാബ്രിക്കേറ്റഡ് എലിമെന്റ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇഫ് ഓൾ ബെഡ്റൂംസ് ആർ ഇൻ ദി ഫസ്റ്റ് ഫ്ലോർ, ലിഫ്റ്റ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ സിക്ക് ആൻഡ് ഓൾഡ്. അറ്റ്ലീസ്റ്റ് 1 bedroom ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദി ഗ്രൗണ്ട് ഫ്ലോർ ഫോർ ദി ഏജ്ഡ് പേഴ്സൺ. അതുപോലെ ബെഡ്റൂംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ബെഡ്റൂം എങ്കിലും നമ്മൾ താഴത്തെ ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്യണം, കാരണം ഏജ്ഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. സോ അതെല്ലാം ഈ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്പർ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് ഷുഡ് ബി എ മിനിമം ഫ്രം ദി ഏരിയ ആൻഡ് സ്ട്രെങ്ത് പോയിന്റ് ഓഫ് വ്യൂ. അതുപോലെ ഡോർസ്, വിൻഡോസിന്റെ എണ്ണം മിനിമം ആയിരിക്കണം. സ്ട്രെങ്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഇത്രയുമാണ് 12 പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.